നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേവിഷ സ്ഥിരീകരിച്ച് SIT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും കുട്ടി മരിച്ചു എന്നതാണ് ഏറെ ഭയാനകവും ആശങ്ക ജനിപ്പിക്കുന്നത്. കൊല്ലം കുന്നിക്കോട് ജാസ്മിൻ മനസ്സിലിൽ നിയ ഫൈസലാണ് മരിച്ചത്. 3 ഡോസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയുണ്ടായതിൽ ആരോഗ്യ വകുപ്പിനെതിരെ വിമർശനം ശക്തമാകുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 8-നായിരുന്നു കുട്ടിയെ നായ കടിച്ചു കുടഞ്ഞത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് നായയുടെ കടിയേൽക്കുകയായിരുന്നു. തെരുവ് നായ മുറ്റത്തെ താറാവിനെ ലക്ഷ്യമിട്ടായിരുന്നു വന്നത്. താറാവിനെ രക്ഷിക്കാൻ കുട്ടി അടുത്തേക്ക് ഓടിയെത്തി. ഇതോടെ കുട്ടിക്ക് നേരെ നായ തിരിയുകയായിരുന്നു. കുട്ടിയുടെ കൈമുട്ടിനാണ് കടിയേറ്റത്. നായ കടിച്ച ഉടൻ തന്നെ വീടിന് സമീപത്തെ വിളക്കുടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നു. തുടർന്ന് ഏപ്രിൽ 11, 15 തീയതികളായി 2-3 ഡോസ് കുത്തിവയ്പും എടുത്തു. അവസാന ഡോസ് മെയ് 6-നായിരുന്നു എടുക്കാനിരുന്നത്. ഇതിനിടയിൽ കുട്ടിക്ക് പനി വന്നു. കടിയേറ്റ കൈമുട്ടിന്റെ ഭാഗത്ത് വേദനയുണ്ടായി. പുനലൂർ താലൂക്ക് ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി SITയിലും കുട്ടിയെ പ്രവേശിപ്പിച്ചു. അതിനിടെ ചികിത്സയിലിരിക്കെയാണ് കുട്ടിക്ക് മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് അവർ കടന്നു പോകുന്നൊരു അവസ്ഥ എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ വികാരഭരിതമായിട്ടാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. കുട്ടിയുടെ അമ്മയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: വളർത്ത്, കുറേ പട്ടികളെ കൂടി വളർത്ത്, അവിടെ വേസ്റ്റ് കൊണ്ടിടരുതെന്ന് എല്ലാവരോടും പറഞ്ഞതാ. ഞാൻ ഓടിച്ചു വിട്ട പട്ടിയാണ് എൻ്റെ കുട്ടിയെ കടിച്ചു കീറിയത്. ഞാൻ ഓടിച്ചെല്ലുമ്പോൾ എൻ്റെ കുട്ടിയെ കടിച്ചു പറിക്കുകയായിരുന്നു. അപ്പോഴേ ഞാൻ എടുത്തോണ്ട് പോയി. എനിക്കിനി കാണാനാവില്ല. ഇത്തരത്തിലായിരുന്നു അമ്മയുടെ പ്രതികരണം. അവിടെ വേസ്റ്റ് കൊണ്ടിടരുതെന്ന് എല്ലാവരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടിയാണ് എൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാൻ ഓടിച്ചു വിട്ട പട്ടി എൻ്റെ കൺമുന്നിൽ വെച്ചാണ് കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഇത്തരത്തിൽ കണ്ണീരോടെയായിരുന്നു ആ മാതാവിൻ്റെ പ്രതികരണം. ഈ ഒരു അവസ്ഥ ആർക്കും വരരുതെന്നായിരുന്നു കുട്ടിയുടെ പിതാവിൻ്റെ പ്രതികരണം. എന്തായാലും കുട്ടിയുടെ മൃതദേഹം വീട്ടിലെത്തിക്കേണ്ട എന്നാണ് തീരുമാനം. പൊതുദർശനം ഉണ്ടാവില്ല. കുട്ടിയുടെ അമ്മയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലാകും ഖബറടക്കം. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ കുട്ടിയാണ് ഇത്തരത്തിൽ മരിക്കുന്നത്. ഏപ്രിൽ 9-നാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മി 13 വയസ്സായിരുന്നു പേവിഷബാധയേറ്റ് മരിച്ചത്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടായി. ഏപ്രിൽ 29-ന് മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി സിയ ഫാരിസും സമാനമായ പേവിഷബാധയേറ്റ് മരിച്ചു. സിയ ഫാരിസിന് 6 വയസ്സായിരുന്നു. ഡിസംബറിൽ നായയുടെ കടിയേറ്റ് കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുത്തിവയ്പ്പെടുത്ത ഭാഗ്യലക്ഷ്മിയുടെ മരണം 3 മാസത്തിന് ശേഷമായിരുന്നു. കുട്ടി അവസാന ചികിത്സയിൽ കഴിഞ്ഞ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഈ വർഷം സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് 13 പേരെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 6 മരണങ്ങളും ഏപ്രിലാണ് സംഭവിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 102 പേർക്കാണ് പേവിഷബാധ കാരണം ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം വാക്സിൻ സുരക്ഷിതമെന്നാണ് ആരോഗ്യ വകുപ്പ് ആവർത്തിച്ചു പറയുന്നത്. വ്യത്യസ്ത ബാച്ചുകളിലുള്ളവയും സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇത്തരത്തിൽ നായയുടെ കടിയേൽക്കുന്നു, പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നു, പക്ഷെ അത് വിഫലമാകുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് വലിയൊരു ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഏപ്രിൽ 29-ന് മലപ്പുറത്ത് 5.5 വയസ്സുകാരി വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിക്കുന്നു. പെരുവള്ളൂർ കാക്കത്തട സ്വദേശി സൽമാനുർ ഫാരിസിൻ്റെ മകൾ സിയ ഫാരിസാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു കുട്ടിയുടെ മരണം സംഭവിച്ചത്. പ്രതിരോധ വാക്സിൻ സ്വീകരിച്ച കുട്ടിക്ക് പിന്നീട് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. മാർച്ച് 29-നാണ് മിഠായി വാങ്ങാൻ പോയ കുട്ടിയെ തെരുവ് നായ കടിച്ചത്. കാലിനും തലയ്ക്കും ആഴത്തിൽ മുറിവേറ്റിരുന്നു. തലയ്ക്കേറ്റ മുറിവ് ഗുരുതരമായിരുന്നു. വാക്സിൻ എടുക്കുന്നതുവരെ കുട്ടിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പിന്നീട് പനിയുണ്ടായെന്നും തുടർന്ന് ഉറങ്ങാനാവാത്ത സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള പ്രതികരണമാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നാലെ പരിശോധന നടത്തിയപ്പോഴാണ് പേവിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണുകയും നില ഗുരുതരമാവുകയുമായിരുന്നു. എന്തായാലും ഈ പേവിഷബാധ വളരെ അപകടകാരിയാണ്. എത്രയോ പേരുടെ ജീവൻ നഷ്ടമാകുന്നു. പ്രത്യേകിച്ച് കുരുന്നുകളുടെ ജീവൻ നഷ്ടമാവുകയാണ്. എന്തായാലും ഈ പ്രഥമ ശുശ്രൂഷ വളരെയധികം പ്രധാനം തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കൃത്യസമയത്ത് നിർദ്ദേശിക്കപ്പെട്ട ഷെഡ്യൂൾ പ്രകാരം എടുക്കുന്ന ആൻറ്റി റാബീസ് വാക്സിന്
പേവിഷബാധയെ 100% പ്രതിരോധിക്കാൻ ഫലപ്രാപ്തി ഉണ്ടെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ വാക്സിൻ എടുത്തിട്ടും കുട്ടികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് എന്താണ് എന്ന് അന്വേഷണത്തിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പേവിഷബാധ സംശയിക്കുന്ന മൃഗങ്ങളിൽ നിന്ന് കടിയോ മാന്തോ ഏറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയ്ക്കും വാക്സിനോളം തന്നെ പ്രസക്തിയുണ്ട്. മൃഗങ്ങളിൽ നിന്ന് കടിയോ പോറലോ ഏൽക്കുകയോ ഉമിനീർ മുറിവിൽ പുരളുകയോ ചെയ്താൽ മുറിവേറ്റ ഭാഗം നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. പൈപ്പിൽ നിന്ന് വെള്ളം മുറിവിൽ നേരിട്ട് പതിപ്പിച്ച് സോപ്പ് ഉപയോഗിച്ച് നന്നായി പതപ്പിച്ച് 10-15 മിനിറ്റെങ്കിലും സമയമെടുത്ത് കഴുകണം. മുറിവിൽ പുരണ്ട ഉമിനീരിൽ മറഞ്ഞിരിക്കുന്ന അതിസൂക്ഷ്മ വൈറസുകളെ നിർവീര്യമാക്കാനാണിത്. റാബിസ് വൈറസിന്റെ പുറത്തുള്ള കൊഴുപ്പ് തന്മാത്രകൾ ചേർന്ന ഇരട്ട ആവരണത്തെ അലിയിപ്പിച്ച് കളഞ്ഞ് മുറിവിൽ നിക്ഷേപിക്കപ്പെട്ട 95% വൈറസുകളെ നിർവീര്യമാക്കാനുള്ള ശേഷി സോപ്പിനുണ്ട്. മുതിർന്നവരെ പട്ടി കടിക്കുന്നത് മിക്കപ്പോഴും കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആകും. എന്നാൽ ഉയരം കുറവായതിനാൽ കുട്ടികളുടെ തലയിലോ കഴുത്തിലോ മുഖത്തോ ഒക്കെ പെട്ടെന്ന് കടിയേൽക്കാം. പലപ്പോഴും തല, കൺപോള, ചെവി തുടങ്ങിയ ഭാഗങ്ങളിൽ കടിയേറ്റാൽ പലരും പേടി കാരണം കൃത്യമായി കഴുകാറില്ല. ഇത് അപകടം വിളിച്ചു വരുത്തും. പേവിഷ വൈറസിന്റെ ലക്ഷ്യസ്ഥാനമായ മസ്തിഷ്കത്തോട് അടുത്ത് കിടക്കുന്ന തല, മുഖം, കഴുത്ത് എന്നിവിടങ്ങളിൽ കടിയേറ്റാൽ എത്രയും വേഗം സോപ്പ് ഉപയോഗിച്ച് കഴുകണം. കഴുകുമ്പോൾ വെറും കൈകൊണ്ട് മുറിവിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കണം. പകരം കയ്യുറ ഉപയോഗിക്കണം. ആദ്യ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ശരീരത്തിൽ മുറിവോ മറ്റു പോറലുകളോ ഇല്ലെങ്കിൽ പേവിഷ പ്രതിരോധത്തിന് ത്വക്കിനടിയിൽ നൽകുന്ന വാക്സിൻ, അതായത് ഇൻട്രാഡെർമൽ റാബിസ് വാക്സിൻ, അതായത് IDRV എടുക്കേണ്ടതില്ല. തൊലിപ്പുറത്തുള്ള മാന്തൽ, രക്തം വരാത്ത ചെറിയ പോറലുകൾ എന്നിവയുണ്ടെങ്കിൽ വാക്സിൻ എടുക്കണം. 0, 3, 7, 28 ദിവസങ്ങളിൽ 4 ഡോസ് വാക്സിനാണ് എടുക്കേണ്ടത്. കടിയേറ്റ ദിവസം എടുക്കുന്ന വാക്സിനാണ് 0 ദിവസത്തെ ഡോസായി പരിഗണിക്കുന്നത്. 1-2 വാക്സിൻ എടുത്ത് നിർത്താൻ പാടില്ല. മുഴുവൻ ഡോസും കൃത്യമായി പൂർത്തിയാക്കണം. വാക്സിൻ എടുക്കുന്നതിലൂടെ ശരീരത്തിൽ പേവിഷ വൈറസിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ആന്റിബോഡികൾ എന്ന മാംസ്യ മാത്രകൾ രൂപപ്പെടും. മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന രക്തം പൊടിഞ്ഞ മുറിവുകൾ, മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക, ചുണ്ടിലോ വായിലോ നാക്കിലോ കണ്ണിലോ നക്കുക, വന്യമൃഗങ്ങളിൽ നിന്ന് ഏൽക്കുന്ന മുറിവ് എന്നിവ കൂടിയ പേവിഷ സാധ്യതയുള്ള കാറ്റഗറി 3-ൽ ഉൾപ്പെടുന്നു. ഉടനടി പ്രതിരോധം ഉറപ്പാക്കുന്ന റെഡിമെയ്ഡ് പ്രതിരോധ ഘടകങ്ങൾ അടങ്ങിയ ആൻറ്റി റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിനും ആദ്യവും തുടർന്ന് ആൻറ്റി റാബിസ് വാക്സിനും ഇത്തരം കേസുകളിൽ നിർബന്ധമായും എടുക്കണം. വൈറസിനെ വേഗത്തിൽ നേരിട്ട് പ്രതിരോധിക്കാനുള്ള കഴിവ് പേവിഷ പ്രതിരോധ ഘടകങ്ങൾ അടങ്ങിയ ഇമ്മ്യൂണോഗ്ലോബലിനുണ്ട്. ആൻറ്റി റാബിസ് വാക്സിൻ ശരീരത്തിൽ പ്രവർത്തിച്ച് പ്രതിരോധ ആൻറ്റിബോഡികൾ ഉണ്ടായി വരാൻ എടുക്കുന്ന കാലയളവിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ വൈറസിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കും. മുറിവേറ്റ ഉടനെ ആൻറ്റി റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ സ്വീകരിക്കണം. മുഖം, കഴുത്ത്, കൺപോള, ചെവി തുടങ്ങി തലച്ചോറിന് ചേർന്നതും കാൽവെള്ള, വിരലിന്റെ അറ്റം, ജനനേന്ദ്രിയം പോലുള്ള നാഡീതന്തുക്കൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ് കടിയേറ്റതെങ്കിൽ വൈറസ് അതിവേഗം തലച്ചോറിലെത്തും. ഇത് തടയാൻ പരമാവധി 1 മണിക്കൂറിനകം തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കണം. വാക്സിൻ എടുക്കാൻ അഥവാ വിട്ടുപോയാൽ, അതായത് ഈ മൃഗത്തിന്റെ മാന്തോ കടിയോ ഏറ്റ ശേഷം ഏറ്റവും കുറഞ്ഞ സമയത്തിനകം ഇമ്മ്യൂണോഗ്ലോബുലിനും ആദ്യ ഡോസ് വാക്സിനും എടുക്കുക എന്നതാണ് പരമപ്രധാനം. സമയബന്ധിതമായി പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും വാക്സിൻ എടുക്കുന്നതിൽ ജാഗ്രത പുലർത്തണം. എപ്പോഴാണോ ആദ്യ കുത്തിവയ്പ് എടുക്കുന്നത് അത് 0 ദിവസത്തെ ഡോസായി പരിഗണിക്കും. പട്ടി, പൂച്ച ഇവയെ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്നവർ, പെറ്റ് ഷോപ്പുകളിലെയും കെന്നലുകളിലെയും കാറ്ററികളിലെയും ജീവനക്കാർ, അതുപോലെ തന്നെ മൃഗശാല ജീവനക്കാർ, വനം വകുപ്പ് ജീവനക്കാർ ഉൾപ്പെടെ വന്യമൃഗങ്ങളുമായി ഇടപഴകുന്നവർ, വെറ്റിനറി ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയവർ റാബിസ് വൈറസുമായി നിരന്തരം സമ്പർക്കം ഉണ്ടാകാനിടയുള്ള ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ വിഭാഗത്തിൽ പെടുന്നവർ മുൻകൂറായി 0, 7, 21, 28 ദിവസങ്ങളിൽ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം. വീട്ടിൽ വളർത്തുന്നതോ പരിചയമുള്ളതോ ആയ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർണ്ണമായും എടുത്ത നായയിൽ നിന്നോ പൂച്ചയിൽ നിന്നോ കടിയോ മാന്തോ ഏറ്റാലും നിർബന്ധമായും വാക്സിൻ എടുക്കണം. വാക്സിൻ എടുക്കുന്നതിനൊപ്പം കടിച്ച നായയോ പൂച്ചയോ 10 ദിവസം നിരീക്ഷിക്കുകയും വേണം. സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിക്കുന്നവരിൽ നല്ലൊരു ശതമാനവും രോഗബാധ ഏൽക്കുന്നത് വളർത്തുമൃഗങ്ങളിൽ നിന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ വളർത്തുനായകളുടെയും പൂച്ചകളുടെയും പ്രതിരോധ വാക്സിനേഷന് വലിയ പ്രാധാന്യമുണ്ട്. വളർത്തുനായകൾക്കും പൂച്ചകൾക്കും 3 മാസം പ്രായമെത്തുമ്പോൾ ആദ്യ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നൽകണം. പിന്നീട് 4 ആഴ്ചയ്ക്ക് ശേഷം, അതായത് 4 മാസമോ 16 ആഴ്ച പ്രായമെത്തുമ്പോൾ ബൂസ്റ്റർ കുത്തിവയ്പ് നൽകണം. തുടർന്ന് വർഷാവർഷം പ്രതിരോധ കുത്തിവയ്പ് ആവർത്തിക്കണം. വീട് വിട്ട് ഓടിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞ് തിരികെ എത്തുന്ന മൃഗങ്ങൾക്ക് മുൻകൂർ റാബിസ് വാക്സിൻ നൽകിയതാണെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ നൽകണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.